ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. വാരഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ആഴ്ചത്തെ പ്രധാനമായ വിശേഷ ദിവസങ്ങൾ അത് മാർച്ച് മാസം 22-ാം തീയതി മീനഭരണിയാണ്. അതായത് ഇന്ന് ഞായറാഴ്ച, ഇന്നാണ് മീനഭരണി. അത് കൊടുങ്ങല്ലൂരും കോട്ടയത്ത് മണർകാട് ദേവീക്ഷേത്രത്തിലും മീനഭരണി ആഘോഷിക്കുന്നു. കുംഭകുടവും മറ്റ് ഗരുഡൻ തൂക്കം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അവിടെ വഴിപാടുകളായിട്ട് നടക്കുന്നത്. 28-ാം തീയതിയാണ് ഏകാദശി. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ്. അതായത് രാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും അതുപോലെ തന്നെ ഏഴരശനിയൊക്കെ നിൽക്കുന്ന കാലമായതുകൊണ്ടും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരസ്ഥാനീയരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനൊക്കെ സൂചനയുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനൊക്കെ സൂചനയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധികൾ ഉണ്ടാകുമെങ്കിലും മനക്ലേശം പല രീതിയിൽ വരുവാൻ സൂചനയുണ്ട്. അപ്രതീക്ഷിതമായി ധന ആഗമന യോഗം ഉണ്ടാകും. എന്നാൽ വന്നു ചേരുന്ന ധനത്തിന് അധിക ചിലവുകളും സൂചകം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഏറ്റവും പ്രധാനം ദൈവാധീനമാണല്ലോ. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അലസത വെടിഞ്ഞ് കാര്യങ്ങളിൽ ഏർപ്പെടണം. അതായത് തൊഴിൽ കാര്യങ്ങളിലായാലും കുടുംബത്തെ കാര്യമായാലും സമൂഹത്തിലെ കാര്യമായാലും സ്വന്തം വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ബിസിനസ് രംഗങ്ങളോ മറ്റ് കാര്യങ്ങൾക്കോ ഒക്കെയാണെങ്കിലും അലസത വന്നുപെട്ട് ഉഴപ്പിപ്പോകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയോടും കൂടി എപ്പോഴും ഉത്സാഹത്തോടുകൂടി പ്രവർത്തന രംഗത്ത് സജ്ജമാകേണ്ടതാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഏതെങ്കിലും തരത്തിൽ സഹോദര സ്ഥാനീയരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരസ്പരം മനസ്സിലാക്കി പറഞ്ഞ് രമ്യതയിൽ വരുന്നതിനൊക്കെ നല്ല അനുകൂലമായ ആഴ്ച. കടങ്ങളൊക്കെ വീടി വരുന്നതിനാണ് ഇപ്പോൾ സൂചനകൾ. കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അഭിവൃദ്ധികരമായ കാലം. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാനും സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനും മനസ്സിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുവാനും സൂചനയുണ്ട്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധാരാളം സുഹൃത്തുക്കൾ വന്നു ചേരുകയും സുഹൃത്തുക്കളെ കൂടെ നിർത്തുക വഴി തൊഴിൽ വിജയങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുക, സഹായങ്ങൾ കിട്ടുക, അങ്ങനെയൊക്കെ വന്നു ചേരാം. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് അധിക സാഹസികത പാടില്ല. അധിക സാഹസികമായി കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് ചില ദോഷങ്ങളൊക്കെ സൂചകമാണ്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഒക്കെ വളരെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. അതുപോലെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നിരുന്നാലും
പൊതുവെ ഒരു അലസത വന്നു പെടാൻ സൂചനയുണ്ട്. കണ്ടകശനി തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അലസത വിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ അഭിവൃദ്ധികൾ വന്നു ചേരും, അധികാരം വന്നു ചേരും, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. അങ്ങനെയൊക്കെയുള്ള ചില ചാൻസുകൾ വരും. ആ ചാൻസുകൾ വരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ വളരെ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. നല്ല ഒരു സുഹൃത്തുക്കളെ കിട്ടുക വഴി ഈ ആഴ്ച ചില പുരോഗതികളൊക്കെ വന്നു ചേരുന്നതുമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ാം ഇടത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ ദോഷകരമാണ്. സംസാരം ആർക്കും പിടിച്ചു എന്ന് വരികയില്ല. സംസാരം പെട്ടെന്ന് പിണങ്ങും. എത്ര നല്ല സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും പിണങ്ങുന്നതിന് സൂചനയുണ്ട്. അതുപോലെ വന്നു ചേരുന്ന ധനത്തിന് ചിലവുണ്ടാകുന്നതിന് യാതൊരു കാര്യവുമില്ലാതെ തന്നെ പാഴായി പോകുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ആ കാര്യത്തിൽ ഉണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ഒരു കാര്യവുമില്ലാതെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനോ മാനാപമാനങ്ങൾ വന്നു ചേരുന്നതിനോ അവിഖ്യാതികൾ പ്രചരിക്കുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. എതിർ ലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. കുടുംബത്തെ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കും. സന്താനങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്ക് അവരുടെ മക്കളെ കൊണ്ടൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള സമയം. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. അധ്യാപകരായാലും മറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. എന്നാൽ പണം കടം കൊടുത്തത് കിട്ടുന്നതിനോ വാങ്ങിയ പണം കൊടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു നല്ല ഒരു ആഴ്ചയാണ്. ഭൂമി സംബന്ധമായിട്ടും മറ്റ് വാഹന സംബന്ധമായിട്ടുമൊക്കെ വളരെ ഐശ്വര്യപൂർണമായ കാലം. കലാകാരന്മാരായിരിക്കുന്നവർക്കും നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പുരോഗതികൾ സൂചകമാണ്. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനോ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ ഈ കന്നിരാശിക്കാർക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷകളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാനൊക്കെ അനുയോജ്യമായ ഒരു ആഴ്ചയാണ്. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ദൈവാധീനമുള്ള സമയം. ഭാഗ്യസ്ഥാനത്ത് അവിടെ വ്യാഴമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുന്ന ഈ ആഴ്ച വളരെ ഭാഗ്യങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകാം. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിന് സൂചനയുണ്ട്. സ്വന്തം നാട് വിട്ട് വിജയത്തിനായിട്ട് പോയിരിക്കുന്നവർക്കും പരീക്ഷകളിലൊക്കെ പാസ്സാകുന്നതിന് നല്ല വിജയങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമനയോഗവും ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കുന്ന ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത എപ്പോഴും ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. അതായത്
അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ് ദൈവാധീനം. അപ്പോൾ പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഇടപാടുകാരും ഒക്കെ ആയിട്ട് കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഉണ്ടാകുന്നതിന് വളരെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം കാര്യങ്ങൾ നീക്കുവാൻ. കുടുംബത്ത് മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളും സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉണ്ട്. ആയതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും പെട്ടെന്നൊരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ അനുകൂലമായിരിക്കുന്ന ആഴ്ച. അതുപോലെ ദൈവാധീനമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക്, പിണങ്ങി നിൽക്കുന്നവർക്ക് പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് രമ്യതയിൽ പോകുവാൻ പറ്റുന്ന ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ശമ്പള വർധനവ് ലഭിക്കുവാനും ഒക്കെ സൂചനയുള്ള അല്ലെങ്കിൽ ലഭിക്കേണ്ട ഒരു ആഴ്ച. വിദേശത്ത് പോകുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമാണ്. സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ തന്നെയും അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. ഗൃഹം മൂടി പിടിപ്പിക്കുന്നതിനോ വാഹനം പുതിയത് വന്നു ചേരുന്നതിനും ഒക്കെ ഏറ്റവും ഭാഗ്യമുള്ള, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നല്ല ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്കും ഒക്കെ വളരെ നല്ലതാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം. ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 6ലെ വ്യാഴം, ആറിയ വ്യാഴം ദൈവാധീനം അങ്ങനെ അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. പൊതുവെ ദേഷ്യം വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് പിണക്കം വരിക. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങൾ തന്നെയോ ബന്ധങ്ങളോ ശിഥിലമാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ധനം കൈകാര്യം ചെയ്യുന്നവർ, ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ട്. ബാങ്കിങ് മേഖലകൾ, അതല്ലാതെയുള്ള ബാങ്ക് പണമിടപാട് ഉത്തരവാദിത്വമുള്ള കാഷ്യർ ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കുക. നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം. നഷ്ടസാധ്യത വളരെ കൂടുതലാണ്. ധനം നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും ചെയ്യും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ആഴ്ചയാണ്. കണ്ട 7.5 ശനിയുടെയൊക്കെ ദോഷങ്ങൾ കുറഞ്ഞു വരികയാണ്. പൊതുവെ നന്നായിരിക്കുന്ന അല്ലെങ്കിൽ അഭിവൃദ്ധിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സമയമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളിലൊക്കെ പെട്ട് മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് കരകയറുവാൻ, മനസ്സിന് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. ദമ്പതികളായിട്ടുള്ളവർക്ക് അതീവ ക്ലേശമുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കുക. ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമാണ്. പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ജാഗ്രത വേണം. അല്ല എങ്കിൽ കൊടുത്തു എന്ന് കേൾക്കാം, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കും അത് അഭിവൃദ്ധിയുടെ സമയമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും വളരെ ജാഗ്രത ഏതൊരു കാര്യങ്ങളിലും ഏർപ്പെടുന്നവർ അനിവാര്യമാണ്. അതായത് ജന്മത്തിൽ ശനി സഞ്ചരിക്കുക എന്ന് പറയും. ജന്മത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അതായത് ക്ഷതം, പതനം, അസ്ത്രശസ്ത്രേണ മുറിവ്,
വാഹനങ്ങൾ കൊണ്ടുള്ള അപകടം, ഇലക്ട്രിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ അഗ്നി സംബന്ധമായ ജോലികൾ ചെയ്യുന്ന, പാചകം ചെയ്യുന്ന സ്ത്രീകളായാലും വളരെ ശ്രദ്ധിക്കണം. ഫോണിലൊക്കെ നോക്കി അശ്രദ്ധയോടുകൂടി സീരിയലൊക്കെ കണ്ടുകൊണ്ടോ ഒക്കെ പാചകം ചെയ്യുമ്പോൾ അശ്രദ്ധ പാടില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് വളരെ ശ്രദ്ധിക്കണം. അത് അല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള ശാരീരിക ക്ലേശങ്ങളും മനക്ലേശങ്ങളും ധനനഷ്ടങ്ങളും വന്നു ചേരുവാൻ സൂചനയുണ്ട്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ പൊതുവെ നല്ല ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനോ ഉല്ലാസയാത്ര പോകുവാനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ ഒക്കെ ഈ ആഴ്ച യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ ശ്രമിച്ചാൽ സാധിക്കുന്ന ഗ്രഹസ്ഥിതിയുള്ള നല്ല ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് അധിക ദുഃഖ ദുരിത ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ പോയി ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന ഫോൺ നമ്പർ, എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.